ലഹരി വിതരണത്തിനും ലഹരി ഉപയോഗത്തിനുമെതിരെയുള്ള മുന്നറിയിപ്പുമായി തിങ്കളാഴ്ച കോതമംഗലത്ത് കൂട്ടയോട്ടം നടക്കും. എല്ലാ വിഭാഗം ജനങ്ങളും കൂട്ടയോട്ടത്തിൽ അണിനിരക്കും. മന്ത്രി കെ രാജനാണ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നത്. സംസ്ഥാന കേരളോത്സവത്തിനോടനുബന്ധിച്ചാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളോത്സവത്തിന് ചൊവ്വാഴ്ച തിരിതെളിയും. കോതമംഗലം ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന കേരളോത്സവം ലഹരിക്കെതിരായ സന്ദേശം പകരുന്നതിനു കൂടി ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കേരളോത്സവം തുടങ്ങുന്നതിന്റെ തലേ ദിവസമായ തിങ്കളാഴ്ച ലഹരിക്കെതിരായ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, മുതിർന്ന പൗരന്മാർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളും കൂട്ടയോട്ടത്തിന്റെ ഭാഗമാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെല്ലാം സഹകരിക്കും. നോ പറയാം മയക്കുമരുന്നിനോട്, ചേർത്ത് പിടിക്കാം നമ്മുടെ നാടിനെ എന്നതാണ് സന്ദേശം. 1000-ലധികം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. മന്ത്രി കെ രാജൻ കൂട്ടയോട്ടത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. 7-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നോ പറയാം മയക്കുമരുന്നിനോട്, ചേർത്ത് നിർത്താൻ നമ്മുടെ നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കൂട്ടയോട്ടം സംഘടിപ്പിക്കുകയാണ്. പള്ളിത്താഴം മുതൽ കോതമംഗലം ടൗണിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ കൂട്ടയോട്ടം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 1000-ലധികം പേർ പങ്കെടുക്കുന്ന കൂട്ടയോട്ടത്തിൽ എല്ലാവരും പങ്കാളികളാകുന്നുണ്ട്. കേരളോത്സവം ചൊവ്വാഴ്ചയാണ് ആരംഭിക്കുന്നത്. വിവിധ വേദികൾ സജ്ജമാക്കുന്ന പ്രവർത്തനം തുടരുകയാണ്. മാർബേസിൽ സ്കൂൾ ഗ്രൗണ്ടാണ് പ്രധാന വേദി. ഇവിടെ പന്തൽ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കേരളോത്സവത്തിന് മുന്നോടിയായുള്ള പുസ്തകമേള, ചിത്രപ്രദർശനം, ടൂറിസം എക്സിബിഷൻ എന്നിവ ഞായറാഴ്ച ആരംഭിക്കും. മാർബേസിൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6-ന് ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിക്കും. GTV ന്യൂസ്, കോതമംഗലം.